സേമിയ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ബിരിയാണി മസാല, അല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 hour റെസ്റ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഞാനൊരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. അല്പം ഉപ്പും ചേർത്തിട്ട് ഒരു 85% ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു സ്റ്റൈനറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു സെയിം ഓയിലിലേക്ക് തന്നെയാണ് മസാലയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഓയിലിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സേമിയയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.